ലോകത്ത് ഏറ്റവും അധികം സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ള ആ സുരക്ഷാ സംവിധാനങ്ങൾ പിന്തുടരുന്ന നേതാവാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. വ്ളാഡിമിർ പുടിൻ ഏത് ലോകരാജ്യങ്ങളിൽ സന്ദർശനം നടത്തുമ്പോഴും തുടരുന്ന ചില ശീലങ്ങൾ ഉണ്ട്. കഴിക്കുന്ന ഭക്ഷണം, ഉപയോഗിക്കുന്ന ശൗചാലയം, സഞ്ചരിക്കുന്ന വാഹനം, അതിലൊരു മാറ്റവും വരുത്താൻ പുടിൻ തയ്യാറാകാറില്ല. എന്നാൽ 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി എത്തിയ പുടിൻ സഞ്ചരിച്ചത് തൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ ആയിരുന്നില്ല. പാലം വിമാനത്താവളത്തിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ലോക് കല്യാൺ മാർഗിലേക്ക് ഇന്ത്യ തയ്യാറാക്കിയ വാഹനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒപ്പമായിരുന്നു പുടിൻ്റെ ആ യാത്ര. പുടിൻ റഷ്യയിൽ നിന്നും എത്തിച്ച അതീവ സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ള ആ വാഹനം ഈ വാഹനത്തെ പിന്തുടരുകയാണ് ചെയ്തത്. അതീവ പ്രാധാന്യത്തോടു കൂടിയാണ് ലോകമാധ്യമങ്ങൾ ഈ വാർത്തയും ദൃശ്യങ്ങളും ഇപ്പോൾ നൽകുന്നത്. അതിന് കാരണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നമ്മുടെ ഭരണകൂടത്തെയും നമ്മുടെ സൈനിക കരുത്തിനെയും നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളെയും അത്രമേൽ വിശ്വാസത്തിൽ എടുക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൽ ഒട്ടേറെ വെല്ലുവിളികൾ നേരിടുമ്പോൾ പോലും ആ വെല്ലുവിളികളെ അതിജീവിക്കാൻ ഇന്ത്യ ഒരുക്കമാണ് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ആണ് ഇത്. നമുക്കറിയാം, റഷ്യയുമായുള്ള സഹകരണത്തിൻ്റെ പേരിലാണ് അമേരിക്ക ഇന്ത്യക്ക് മേൽ അധിക ചുങ്കം അടക്കം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള അമേരിക്കയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റിന് ഡൊണാൾഡ് ട്രംപിന് നൽകുന്ന ഉചിതമായ മറുപടി കൂടിയാണ് നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഒരുമിച്ചുള്ള ഈ യാത്ര. അവിടെയും അവസാനിക്കുന്നില്ല. ഇന്ത്യയാണ് ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യമെന്നും ഇന്ത്യയാണ് ഏറ്റവും നല്ല സുഹൃത്ത് എന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കെ ആണ് അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ ഈ മറുപടി. ഏതൊരു രാജ്യത്തിൻ്റെയും സമ്മർദ്ദത്തിന് വഴങ്ങുന്ന രാജ്യമല്ല ഇന്ത്യയെന്നും ഭരണാധികാരിയല്ല നരേന്ദ്രമോദിയെന്നും പുടിൻ കൂടി പറയുമ്പോൾ ഇന്ത്യയുടെ നിലപാടിന് പുടിൻ്റെയും റഷ്യയുടെയും അംഗീകാരം കൂടിയാണ് ലഭിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഒരുമിച്ച് ഒരേ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ആലോചിക്കുന്നുണ്ട്. മാറുന്ന ലോകക്രമത്തിൽ പുതിയൊരു യാത്രയ്ക്കാണോ തുടക്കമായത് എന്ന്.